ഹായ് കൂട്ടുകാർ, രാവിലെ അരിയൊക്കെ അടപ്പത്തിട്ട് തിളച്ച് തൂവി കേട്ടോ. ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് പിറയ്ക്കൊക്കെ ഒന്ന് തൂത്തുവാരി പാത്രങ്ങളും കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടടാ നമ്മുടെ അവിടെ നിന്ന് ഒരു പൂച്ച വന്നു കേട്ടോ. ഓണം മുതൽ കൂടിയതാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ആഹാരമൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറുകയില്ല. ഞാൻ തൻ്റെ പപ്പടമൊക്കെ പൊള്ളിച്ച് രാവിലെ മീൻകറിയൊക്കെ ചൂടാക്കി വെച്ച് ഇന്നലത്തെ അയലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അയലക്കറിയും ചൂടാക്കി വെച്ചിട്ട് തൻ്റെ പപ്പടവും പൊള്ളിച്ച് 3 ചായയും കൊടുത്തൊരു ദോശയിട്ട് അങ്ങനെ മാറി നിന്ന്. അപ്പോൾ കൂടെ താണ്ടടാ മോൻ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. മോൻ എന്ത് പറ്റിയെന്നറിയത്തില്ല. അങ്ങനെ എല്ലാ ഹെൽപ്പിനും അവൻ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ ബെഡൊക്കെ വിരിച്ചെല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേക്ക് അവൻ എല്ലാം അടുക്കിപ്പറക്കി വെക്കാനും തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ തൂക്കാൻ വന്നപ്പോഴത്തേക്ക് ഉടനെ പറയാം, അമ്മേ ഞാൻ തൂത്ത് തരാമെന്ന്. എന്തോ പറ്റിയെന്നറിയത്തില്ല, ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പെട്ടെന്ന് പോയി എൻ്റെ കയ്യിൽ നിന്ന് ചൂലൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അവിടെ ഇരുന്നോ, ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന്. പിന്നെ ഇടയ്ക്കൂടെ പോയി ഞാനും തൂത്ത് കൊടുത്ത് അവനും തൂത്ത് വാരി വൃത്തിയാക്കിയിട്ട് വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ക്ഷീണം. പിന്നെ ഞങ്ങൾ താണ്ട 2 പേരും കൂടി പോയി ദോശയൊക്കെ കഴിച്ച് അതിനുശേഷം ഞാൻ പഠിക്കാനിരുന്നു കേട്ടോ. ഞാനല്ല, അവനെ പഠിപ്പിക്കാൻ ഞാനിരുന്നു കേട്ടോ. അങ്ങനെ പഠിക്കണം, അവന് പരീക്ഷയാണ്. ബൈ ബൈ.